ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഒഡീഷയിലെ ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അതിക്രമം. അവര് ഞങ്ങളുടെ അച്ഛന്മാരെയും കാറ്റഗിസ്റ്റിനെയൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറുകയും ബൈക്കിന്റെ ഓയില് ഊറ്റിക്കളയുകയും ചാവി എടുത്തുകൊണ്ട് പോയി അത് ബൈക്ക് എടുത്തെറിയുകയൊക്കെ ചെയ്തു. അതിനുശേഷം വൈദികരെ അടിക്കുകയും ഡ്രൈവറിന്റെ ഫോണും അച്ഛന്മാരുടെ ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? BJD ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആക്രോശിച്ച് വൈദ്യുതി അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മതപരിവർത്തനം എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നുവെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. BJPയുടെ പൊള്ളത്തരം വെളിവായി എന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വലിയ ആശങ്കയെന്ന് ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട ഫാദർ ലിജോ നിരപ്പേലിന്റെ കുടുംബവും പ്രതികരിച്ചു. ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി ഇപ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കൂടുതൽ വിഷയങ്ങളാകുന്നുണ്ട്. വാർത്തയായപ്പോൾ അതുകൊണ്ട് കേസ് കൊടുക്കാനായിട്ട് ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നു. പാർലമെന്റ് കവാടത്തിൽ UDF LDF MPമാർ പ്രതിഷേധിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ ഛത്തീസ്ഗഡിലെ സംഭവമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പാർലമെന്റിലടക്കം പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തി പ്രതിഷേധത്തിനൊരുങ്ങുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ നിയമപരമായൊരു തുടർ നീക്കം സഭാ നേതൃത്വം ആലോചിക്കുന്നത് എങ്ങനെയാണ് അജീഷ് ജയകുമാർ? വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് സമാനമായി ഒഡീഷയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ബുധനാഴ്ച രാത്രിയാണ് മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഒഡീഷയിലെ ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് രാത്രി തിരിച്ചു മടങ്ങുമ്പോഴായിരുന്നു ഈ അതിക്രമം അത്രയും നടന്നത്. ഇവരെ തടഞ്ഞു നിർത്തി ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആളെ മർദ്ദിക്കുകയും വാഹനം തകർക്കുകയും അടക്കം ചെയ്തു. അതിനുശേഷം പോലീസ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ ഒഡീഷ സർക്കാരിനെതിരെയും BJP RSS സംഘപരിവാർ സംഘടനകൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളും വിമർശിച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാകണമെന്ന് അതിന് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നും ഈ CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. മാത്രമല്ല CBCIയുടെ വക്താവും ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. വിഷയത്തിൽ ഈ ഇടപെട്ട് കോൺഗ്രസ് MPമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകി. മാത്രമല്ല പാർലമെന്റ് കവാടത്തിൽ ഇടത് UDF MPമാർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ട് നിവേദനം നൽകുമെന്ന് നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MPയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അതിക്രമം നടത്തിയവർക്കെതിരെ പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് ബാലസോർ അതിരൂപത സെക്രട്ടറി നമ്മളോട് പ്രതികരിച്ചത്. ഈ ജലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരിയായിട്ടുള്ള ഫാദർ ലിജോ നിരപ്പേൽ, ജോഡോ ഇടവക വികാരി ഫാദർ V ജോജോ, സിസ്റ്റർമാരായ എലീസ, മോളി എന്നിവരുൾപ്പെടെയുള്ള സംഘത്തിനാണ് ഈ എന്നിവരൊക്കെയാണ് ഈ. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. അജീഷ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കും. അത്